അസ്സലാമു അലൈക്കും. ഹാൽക്കും യാ ഇഖ്വാനി തമാം. ഞാനൊരു വെള്ളം കുടിക്കുകയായിരുന്നു. ആ സമയത്താണ് മാനേജർ മുദീർ സാർ വിളിച്ചത്. അപ്പം എനിക്ക് അദ്ദേഹത്തോട് പറയണു, സാറേ ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ഇങ്ങനെ ഒരു 5 പോയിന്റ് നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റിയ ഒരു 5 പോയിന്റ് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ ആണോ? അതങ്ങനെ തന്നെ പറയണം. സദിഖ് ആന ഷായി ബാദിൻ ആന മാഫിഷു അങ്ങനെ പറയരുത്. ആന ഷായി പറഞ്ഞാൽ ഞാൻ ചായയാണ്, അല്ല ഞാൻ ആന മോയ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ നമുക്കെന്ത് പറയാം? ആദ്യമായിട്ട് മാലേഷ്യ അനമസമേറ്റ് നമ്പർ 1. മാലേഷ്യ സെയ്ദ് അനമസമേറ്റ് അങ്ങനെ തന്നെ പറയണേ, ഞാൻ കേട്ടില്ല. ഓക്കെ, അപ്പോൾ അയാൾ പറയുമോ സോറി നീ കേട്ടില്ല അല്ലേ. ഇത് രണ്ടാമത്തെ ഒന്ന് പറയാം, അനമഷുഫ്റ്റ് ഞാൻ കണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ടാണ് വിളിച്ചത്. ഓ മാലേഷ്യ സെയ്ദ് അനമഷുഫ്റ്റ് കണ്ടില്ല, അത് നമുക്ക് പറയുമല്ലോ. അതുപോലെ പറയും ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഓ മാലേഷ് അനമൻതബഹത്ത്, എന്താണ് പറയാ? അനമൻതബഹത്ത് എന്ന് പറയും, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ. മറ്റൊന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞില്ല. അതിന് 2 വേർഡ്, അനമ അറഫ്റ്റ് വല്ലാനമ അറഫ്റ്റ് എന്ന് പറയാം. അതന്നെ മദ്റൈത്ത് എന്ന് പറയാം, അനമദ്റൈത്ത് എന്ന് പറയാം. ഓക്കെ, 4 ആയി. ഇനി ഒന്നുകൂടി നമുക്ക് പറയാം. ഓ സോറി സാർ, ഞാൻ ഓർത്തില്ല. സാർ ഇവിടെ വരുന്നതും എന്നെ വിളിക്കുന്നതും ഞാൻ ഓർത്തില്ല. അല്ലാ അനമദക്കർത്ത്, എന്താണ് പറയാം? അനമദക്കർത്ത്, ഞാൻ ഓർത്തില്ല, അനമദക്കർത്ത് എന്ന് പറയാം. ഓക്കെ. ഇനിയും എത്രയോ എക്സ്ക്യൂസുകളൊക്കെ പറയാം നമുക്ക്. ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല, അനമഷുഫ്റ്റ്, അനമഷുഫ്റ്റ്. ഇപ്പം 5 6 ആയി. ഇനി ഒന്നുകൂടി പഠിക്കാം. എന്നാൽ എനിക്ക് മനസ്സിലായില്ല, അതായത് വിളിച്ചത് മാനേജർ സാറാണ്, സാർ താങ്കളാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത്. അപ്പം ഇങ്ങനെ പറയാം, അനമ ഫഹിംത്, അനമ ഫഹിംത്. ഒക്കെ മാലേഷ് കൂട്ടിക്കൊള്ളേ. അല്ലെങ്കിൽ ഏറ്റവും റിയലി സോറി, സോറി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഉദ്ദേശിക്കുന്നെങ്കിൽ എങ്ങനെ പറയണം? സാമഹ്നി യാ സയ്യിദ്, സാമഹ്നി. അത് ലേഡീസ് ആണെങ്കിൽ സാമഹീനി യാ സയ്യിദ അനമ ഷെഫ്റ്റ്, സാമഹീനി യാ സയ്യിദ അനമ ഫഹിംത്, സാമഹീനി യാ സയ്യിദ അന മൻതബഹത്ത്, മൻതബഹത്ത് ഞാൻ അറിഞ്ഞില്ല, സാമഹീനി യാ സയ്യിദ അനമ ഫഹിംത്. എത്ര വാക്കുകളായത്! ഒറ്റ ഒന്നിൻ്റെ സ്പെഷ്യലായിട്ട് ഇതിലേതെങ്കിലും ഒന്ന് എന്താണോ സ്യൂട്ടാകുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയാണ് അറബിയിൽ സംസാരിക്കുക. ഇതൊരു കൊളാക്കിക്കൊണ്ട് പറയും സദിഖ് അനഫിഷായി ബാദെ മുഷ്കില, അങ്ങനെയൊന്നും പറയരുത്. അനമഷുഫ്റ്റ് മാലേഷ്. ഇതിൽ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തതായിരിക്കും, മദ്റൈത്ത്. അങ്ങനെയാണോ എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയും, എനിക്ക് ഒരു ടെൻഷനാണ്. കാരണം ചില ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ കമൻറ്റ് മറുപടി പറയുന്നില്ല. സ്വാഭാവികമല്ലേ, കാരണം ഈ തിരക്കിനിടയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ തന്നെ ഞാൻ ഇടയ്ക്ക് അതിൻ്റെ വീഡിയോ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങളെന്തായിരിക്കണം? അനമദ്റൈത്ത് അതിരി എന്ന് പറയില്ല, അനദാരി എന്നും പറയാറുണ്ട്. വല്ല അനദാരി, എനിക്കറിയടാ എന്ന് പറയാം, അനദാരി. അതിൽ നിന്ന് വന്നതാണ് അനമദ്റൈത്ത് എന്ന പാസ്റ്റ് ടെൻസിൻ്റെ സ്റ്റൈൽ. ഓക്കെ ആണോ? ഇങ്ങനെ അറബികൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കും അറബി ഭാഷ സംസാരിക്കണോ? അറബിക്യൂനിയുടെ ക്ലാസ്, അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം നടക്കില്ല. നമ്മുടെ ക്ലാസ് റൂമുണ്ട്. എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. 300 ചില്ലാനം ബാച്ച് എത്തിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ശുക്രൻ, മഅസ്സലാം.